ഫ്രണ്ട്സ്, അപ്പം നല്ല തകർപ്പൻ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും നമുക്ക് കോട്ടയം സ്റ്റൈലും മത്തിക്കറി വെച്ചാൽ എന്താ? അപ്പോൾ മത്തി ഇവിടെ റെഡി ആയിരിപ്പുണ്ട് കേട്ടോ. കണ്ടില്ലേ മത്തി? പിന്നെ ഇതിന് വേണ്ട ആവശ്യമായൊരു സാധനം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കൊടംപുളി, ഉപ്പ്, കറിവേപ്പില, വെള്ളം, ഇങ്ങനെയെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ചട്ടി വെക്കുക. ചട്ടി വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നേരെ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വയന്നെടുക്കണം കേട്ടോ. നല്ല രീതി അതൊന്ന് വയന്ന് വന്ന് കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വയന്ന് നല്ല കുഴമ്പ് പരുവത്തിലായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ട പൊടി ഐറ്റംസ് എന്താണെന്നറിയണ്ടേ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ശകലം ഫിഷ് മസാല ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് വേണം പിന്നത്തെ നമ്മുടെ ഇളക്ക് കൂട്ടുകൾ കേട്ടോ. പൊടി ഐറ്റംസ് ഞാൻ കുടഞ്ഞിട്ട് കേട്ടോ. ഇങ്ങനെ കുടഞ്ഞിട്ട് നല്ല രീതിയിൽ ഞാൻ അങ്ങോട്ട് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുഴമ്പ് വരുന്നത്. ഞാൻ ഇതിനകത്ത് വെള്ളം തുള്ളി പോലും ഞാൻ ചേർക്കുന്നില്ല. എണ്ണ തെളിയുന്നിടം വരെ നമ്മൾ ഇളക്കിയേ പറ്റത്തുള്ളൂ. റിസ്ക് എടുക്കണം, ഇല്ലാതെ പറ്റില്ല മോനെ ദിനേശ. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ അതിനകത്തോട്ട് തേണ്ട ചെറിയ ചൂട് വെള്ളത്തിൽ അങ്ങോട്ട് ഉപ്പും കുടംപുളിയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നേരെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുന്നു. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുന്നു. പിന്നെ ശകലം വെള്ളവും കൂടെ നീട്ടിയെടുത്ത് അത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിനകത്തോട്ട് നമ്മുടെ മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് പിറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. മത്തിക്കുട്ടന്മാരെ അങ്ങോട്ട് പിറക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെക്കണം. മൂടി വെച്ച് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ വേവിച്ചെടുത്തതിന് ശേഷം ഒന്നും കൂടെ നോക്കുക, ഉപ്പും പുളിയൊക്കെ പാകമാണോ നോക്കുക. പാകമാണെങ്കിൽ ഇറക്കി വെക്കാം. നല്ല അടിപൊളി കപ്പ വേവിച്ചയുടെ കൂടെ അടിച്ച് കയറ്റിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകൊണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.